മെഡലിനിലെ ലോസ് ഒലിവോസിലുള്ള അവന്റെ ഒളിത്താവളം ഉദ്യോഗസ്ഥർ കണ്ടെത്തി. കൊളംബിയൻ സൈന്യം കെട്ടിടത്തിലേക്ക് ഇരച്ചു കയറി. പാബ്ലോയും ഒരു അംഗരക്ഷകനും ജനാലയിലൂടെ മേൽക്കൂരയിലേക്ക് ചാടി. ഷൂസ് പോലും ധരിക്കാതെ ആ വീടിന്റെ മേൽക്കൂരയിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പാബ്ലോയ്ക്ക് നേരെ പോലീസ് തുരുതുരാ വെടിയുതിർത്തു. പിന്തുടരലിനും വെടിവയ്പ്പിനുമൊടുവിൽ എസ്കോബാറിന് മാരകമായി വെടിയേറ്റു. കാലിൽ, മുതുകിൽ, ഒടുവിൽ ചെവിക്ക് പിന്നിലായി ഒരു വെടിയുണ്ട തുളച്ചു കയറി. ലോകത്തെ വിറപ്പിച്ച പാബ്ലോ എസ്കോബർ ആ വീടിന്റെ മേൽക്കൂരയിൽ ചോരയിൽ കുളിച്ച് മരിച്ചു വീണു. പോലീസ് വെടിവെച്ച് കൊന്നതാണെന്ന് ഔദ്യോഗിക രേഖകൾ പറയുമ്പോഴും പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ പാബ്ലോ സ്വയം വെടിവെച്ച് മരിച്ചതാണെന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ്. പാബ്ലോയുടെ മൃതദേഹത്തിന് ചുറ്റും നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചിരിച്ചുകൊണ്ട് ഫോട്ടോ എടുത്തു. അദ്ദേഹം മരിച്ചയുടനെ മെഡലിൻ കാർട്ടൽ തകർന്നു. പാബ്ലോ എസ്കോബർ മരിച്ചു. പക്ഷേ ഇന്നും കൊളംബിയയിൽ രണ്ടു തരം അഭിപ്രായങ്ങളുണ്ട്. ആയിരങ്ങളെ കൊന്നൊടുക്കിയ ചെകുത്താനാണ് ചിലർക്ക് പാബ്ലോ എങ്കിൽ, മെഡലിനിലെ ചേരികളിൽ ഇന്നും പാബ്ലോയുടെ ഫോട്ടോ വെച്ച് പൂജിക്കുന്നവരുണ്ട്. പാബ്ലോയുടെ ജീവിതം നമ്മളോട് പറയുന്നത് ഇതാണ്: കുറ്റകൃത്യത്തിലൂടെ നേടുന്ന സാമ്രാജ്യങ്ങൾ എത്ര വലുതാണെങ്കിലും അത് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയും. ഒടുവിൽ ബാക്കിയാകുന്നത് ചരിത്രത്തിലെ ചോരപ്പാടുകൾ മാത്രം.